ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സാരി ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ട് ഉണ്ടല്ലോ, അതിൻ്റെ അടിഭാഗത്തെ പടി എങ്ങനെ കട്ട് ചെയ്ത് അടിച്ചെടുക്കാമെന്ന് നോക്കാം കേട്ടോ. കണ്ടോളൂ. ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുത്തതിൻ്റെ ബാക്കി തുണിയാണിത് കേട്ടോ. അതിൽ നമുക്ക് ഒരു 4 ഇഞ്ച് ഉണ്ടാവും, 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. അടിയിൽ നിന്ന് 4 ഇഞ്ച്, നടുവിൽ 3.5, ഒരു 9.5 ഇഞ്ച് നമുക്ക് നീളം എടുക്കണതിന് നീളം വരച്ചിട്ടു. ആ 9.5 ഇഞ്ചിൽ നമുക്ക് 4 ഇഞ്ച് തന്നെ നമുക്ക് എടുക്കേണ്ടതുണ്ട്. അവിടെ നമുക്ക് 4 ഇഞ്ച് എടുക്കാം. കണ്ടോ? എന്നിട്ട് 4-ൽ നിന്ന് 3.5 കൂടെ 4ലേക്ക് കർവ് വരയ്ക്കുക. കണ്ടോ? ഒരു ബോട്ട് മോഡലിൽ. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലത്തെ 6 പീസ് വേണം കേട്ടോ. 4 പീസ് നമുക്ക് ചോപ്പിൽ നിന്ന് തന്നെ വെട്ടാം. പിന്നെ വേറെ എക്സ്ട്രാ വെട്ടി വെച്ച 2 പീസുണ്ട് നീല, അതും വയ്ക്കുക. ഇപ്പോൾ 4 പീസായി. ഈ 2 പീസ് ചോപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും നമുക്ക് അപ്പോൾ 6 പീസാണ് നമുക്ക് ആകെ വേണ്ടത്. ഇങ്ങനെ എൻ്റെ 2 ഭാഗവും അതിൻ്റെ ഭാഗവും കട്ട് ചെയ്തെടുത്തു. അതിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് 2ലേക്കും വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ അടിഭാഗം കട്ട് ചെയ്തത്. അങ്ങനെയുള്ള ഭാഗം അവിടെ നിർത്തി അടിഭാഗത്താണ് നമുക്ക് അടിച്ചിടേണ്ടത്. കണ്ടാലേ? ഇപ്പം നമുക്ക് 2 പീസും കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ 3 3 6 പീസായി. ഇനി നമുക്കതിൻ്റെ നേരെ ഭാഗം വെച്ച് സ്റ്റിച്ച് ചെയ്യാം. നേരെ ഭാഗം സ്റ്റിച്ച് ചെയ്യാം. 2ൻ്റെയും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിൽ നിന്ന് ഒരെണ്ണം ചുവപ്പിൻ്റെ ഒരെണ്ണം മറിച്ച് വെച്ച് അതിനൊന്ന് പതിച്ചടിച്ചെടുക്കുക. ഒറ്റ ലെയറുള്ളതാണ് നമ്മൾ പതിച്ചടിച്ചെടുക്കുന്നത് കേട്ടോ. 2 ലെയറുള്ളത് ഒന്നും ചെയ്യണില്ല, അത് നമുക്ക് നല്ല ഭാഗമാക്കാം. അപ്പോൾ ഒറ്റ ലെയറുള്ളിടത്താണ് നമ്മൾ അടിച്ചത് കാരണം കൊണ്ട് അത് ഉള്ളിലേക്ക് പോണ വിധത്തിൽ വേണം മടക്കിയെടുക്കാൻ. കണ്ട? ഉള്ളിലേക്ക് പോയി. അതുപോലെ 2 പീസും നമുക്ക് മടക്കിയെടുക്കാം. ഇനി നമുക്കത് ഒപ്പം കട്ട് ചെയ്യേണ്ടതുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. കണ്ടോ? ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇപ്പോൾ 2